സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോംവഴി കാണാനാകാതെ നട്ടം തിരിയുകയാണ് സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ഭത്തയും ബോണസും നൽകാൻ പോലും ഖജനാവിൽ പണമില്ല. സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കടുപ്പിക്കുമെന്നാണ് സൂചന. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും കൃത്യമായ ആസൂത്രണമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ധനവകുപ്പ്. ഉദ്യോഗസ്ഥ തർക്കവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അപര്യാപ്തതയും സംസ്ഥാനത്തെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലെത്തിച്ചു. പ്ലാൻ ബി ഉണ്ടെന്ന് പലവട്ടം ധനകാര്യമന്ത്രി പറഞ്ഞെങ്കിലും ഓണക്കാലം എത്തിയിട്ടും ഒന്നും നടപ്പിലായിട്ടില്ല. ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ഭത്തയും ബോണസും പോലും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ലെന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിന് സുപ്രീം കോടതി തടയിട്ടതോടെ ഇനി ഈ വർഷം കടമെടുക്കാൻ ബാക്കിയുള്ളത് വെറും 3700 കോടി രൂപ മാത്രം. ശമ്പളവും പെൻഷനും കൊടുക്കാൻ 5000 കോടി രൂപയ്ക്ക് മുകളിൽ വേണം. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4ാം ഗഡു നൽകാൻ 600 കോടിയും വേണം. ഇതൊന്നും കണ്ടെത്താൻ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. ഈ ഓണത്തിന് വിപണി ഇടപെടലിന് 600 കോടി ആവശ്യമെങ്കിലും ആകെ നൽകിയത് 225 കോടി രൂപ മാത്രം. മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ക്ഷാമബത്തയും വകുപ്പിന് തലവേദനയായിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണമാണ് ധനവകുപ്പിന് ആകെ ചെയ്യാനുള്ളത്. ട്രഷറി നിയന്ത്രണം 25 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി കുറയ്ക്കാനാണ് സർക്കാർ നീക്കം. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.